ഒരു തേപ്പുകാരിയുടെ ഗത. മര്യാദയ്ക്ക് അവര് ഡാഗിനിയും കുട്ടൂസനും പോലെ ഇരുന്നേ ഉടനെ പറഞ്ഞേക്കുന്നു പ്രപ്പോസ് ചെയ്യാം. ചേട്ടാ ഈ കുട്ടൂസിന് ആ ഡാഗിനി എടുത്ത് പ്രേമം ഉണ്ടല്ലോ. അവക്ക് ഫ്രണ്ട് അല്ലേ? അത് ഇന്നലെ വിളിച്ചപ്പോ ജസ്റ്റ് ഫ്രണ്ട് എന്ന്, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പോലും അല്ല. നീ ഇങ്ങനെ കരയല്ലേ, ഇതാണുങ്ങളായ കൺട്രോൾ വേണം. ഞാൻ നിങ്ങളെ എബി സോനെ കണക്കൊന്ന് ഒന്നിപ്പിക്കാൻ നോക്കി. അതൊക്കെ നിറ സിനിമയില് ഞാൻ അറിഞ്ഞില്ലല്ലോ അവിടെ തനി നിറം കാണിക്കുമെന്ന്. അവന്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റില്ലടോ. അല്ല അവർക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് നീ കളഞ്ഞില്ലേ? നിനക്ക് പണ്ടേ ഉള്ളേ. ഇതെങ്ങനെടാ സുഹൃത്ബന്ധം ആവുന്നത്? രാവിലെ തൊട്ട് രാത്രി വരെ ഇവന്റെ കൂടെ, ഇവരെ ഓസി നടക്കുന്നു, ഇവന്റെ കൂടെ നടക്കുന്നു, എന്നിട്ട് രാത്രി 2 മണി വരെ വീഡിയോ കോള്, എന്നിട്ട് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേടാ. മൊത്തം എത്ര ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പറഞ്ഞേ? उसके पेरेंट्स उसे दिल्ली शिफ्ट कर रहे थे ताकि അതെ അവര് ഫ്രണ്ട്സ് ആണ്. എന്നാ ഈ ഫ്രണ്ടിനെ കൊണ്ട് അവള് ക്യാൻറ്റീൻ ലൈറ്റ് ഡിന്നറിന് പോയി. അവിടെ ഒരുത്തിരുന്ന് കരയുന്നുണ്ട്. അവൻ പൊട്ടനാണോ? പറ, ഓപ്ഷൻ വേണം. കപ്പിൾസിനെ പോകാന്ന് നിയമമൊന്നുമില്ലല്ലോ. എന്നാ നീ എന്നെ കൊണ്ടൊന്ന് പോണേ. അപ്പൊ ഇതായിരുന്നല്ലേ ഇതിന്റെ ഉദ്ദേശം? അവനാണ് ഈ എന്നാ നീ എന്നെ കൊണ്ടൊന്ന് പോണേ. നിന്റെ മൈൻഡ് ഒന്ന് തുറന്നിട്ട് ചുറ്റുമെല്ലാം മറന്നിട്ട് കയ്യിലുള്ള മായജാല നാക്കിലൊന്ന് പതിപ്പിക്ക് ഉള്ളിൽ. നിനക്ക് അവളെ ഇനി ഫ്രണ്ടായിട്ട് കാണാൻ പറ്റൂ? നാണോ മാനോ ഇല്ലാതെ ഇനിയും ചെല്ലാൻ പറ്റുമെന്ന്. ആ ഗായത്രി, നമ്മുടെ വിദേശിനോട് നിനക്ക് ഒരു പ്രേമവും തോന്നിയിട്ടില്ല? അപ്പൊ നീ ഇവനെ കൊണ്ട് ക്യാൻറ്റീനിലെ ഡിന്നറിന് പോയതോ? ആ പടം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. അതെന്തോന്ന് ഷിപ്പ്? നിങ്ങളപ്പോ ഷിപ്പിൽ പോയി? ഓറിയടി, ഞങ്ങളങ്ങ് തെറ്റിദ്ധരിച്ചു പോയി. ഇനി അവന് നിന്നോട് പ്രേമൊന്നും തോന്നൂല കേട്ടോ. ആ വൈബ് ഇനി മുതൽ വൈബേ പിടി സമ്മതിക്കണം. അപ്പൊ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് പ്രേമം വേണ്ട, വൈബും